തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി തോക്കുകൾ പോലീസിൽ സറണ്ടർ ചെയ്തതോടെ അളഗപ്പ നഗർ പഞ്ചായത്തിലെ കർഷകർ പ്രതിസന്ധിയിൽ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ സർക്കാർ നിയോഗിച്ച ഷൂട്ടർമാർക്ക് തോക്കില്ലാത്ത സാഹചര്യമായതിനാൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 2-3 വാർഡുകളിലും പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം മേഖലകളിലുമാണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. വാഴകൾ ഓരോ ദിവസവും 10-20 എണ്ണമാണ് കാട്ടുപന്നികൾ കുത്തിമറിക്കുന്നത്. കൃഷി സംരക്ഷിക്കാൻ ഷൂട്ടർമാരെ വിളിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച വിവരം കർഷകർ അറിയുന്നത്. പഞ്ചായത്ത് തലത്തിൽ അംഗീകൃത ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആയുധമില്ലാത്തതിനാൽ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് തോക്കുകൾ തിരികെ ലഭിക്കുമ്പോഴേക്കും തങ്ങളുടെ കൃഷിയിടത്തിൽ ഒരു വാഴ പോലും ബാക്കിയുണ്ടാവില്ലെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. എൻ്റെ പേര് സിജോ അമ്പൂക്കാൻ. ഞാൻ 2-ാം വാർഡിലും അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് 3-ാം വാർഡിൽ കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാട്ടുപന്നികളുടെ അതിക്രമമാണ്. ഇപ്പോൾ ദിനം പ്രതി ഒരു 10-20 വാഴ വെച്ച് ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 മാസം പ്രായമായ വാഴകളാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൽ പരാതി പറഞ്ഞപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ തോക്കുകൾ ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് പിടിച്ചു വച്ചിരിക്കുകയാണ്, ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഷൂട്ടർമാരെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇതുപോലെ 10-20 വാഴ വെച്ച് ദിവസേന നശിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഴകളെല്ലാം കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഠിനാധ്വാനം ചെയ്തിറക്കിയ കൃഷി കൺമുന്നിൽ നശിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇവിടുത്തെ കർഷകർ. കാട്ടുപന്നികൾ പെറ്റുപെരുകി കൃഷി പൂർണ്ണമായും നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഷൂട്ടർമാർക്ക് തോക്കുകൾ തിരികെ നൽകാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നമസ്കാരമുണ്ട്. പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം, പാടശേഖര മേഖലയിൽ ഉള്ള കൃഷിക്കാരാണ് ഞങ്ങൾ. വ്യാപകമായിട്ടുള്ള പന്നി ശല്യമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ, ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ കേരള അസംബ്ലിയിലേക്കുള്ള MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ വരുന്നു. ഈ പ്രക്രിയയിലൂടെ അധികാരപ്പെടുത്തിയിട്ടുള്ള കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ ഗണ്ണുകൾ ഗവൺമെൻറ് അധികാരികൾ സറണ്ടർ ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് ഈ മേഖലയിലുള്ള കൃഷിക്കാർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമായി. ഈ ഷൂട്ടർമാർ ഈ തോക്കുകൊണ്ട് പന്നികളെ മാത്രമേ വെടിവെക്കുന്നുള്ളൂ, വേറെ അക്രമകരമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. കൃഷിക്കാരുടെ എല്ലാ കാർഷിക വിളകളെയും കാട്ടുപന്നികൾ പെറ്റുപെരുകി നശിപ്പിക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൃഷിക്കാർ ഈ തോക്കുകൾ വീണ്ടും അനുവദിച്ച് അധികാരപ്പെടുത്തിയുള്ള ഷൂട്ടർമാരെ നിയമാനുസൃതമായി കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ കൃഷിക്കാരുടെ വളരെ ആവേശത്തോടു കൂടി, വളരെ ജിജ്ഞാസയോടു കൂടി ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തുകയാണ്. അതിനുള്ള അധികാരികൾ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യാപകമായ പന്നിശല്യം പറഞ്ഞ മാതിരി തന്നെ എല്ലാ സമയത്തും ഇത് എന്നുള്ള കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് നാശത്തിൽ നിന്ന് കർഷകർക്ക് ഇത് വലിയൊരു സറണ്ടർ ചെയ്ത് തോക്ക് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ചെയ്തു തരണം. ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നാൽ വ്യാപകമായ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി സറണ്ടർ ചെയ്ത അംഗീകൃത ഷൂട്ടർമാരുടെ മുഴുവൻ തോക്കുടമകൾക്കും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകണമെന്ന് കർഷക ഭാരവാഹികളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് പുതുക്കാട്, അളഗപ്പ നഗർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ഭരണകൂടത്തിന് രേഖാമൂലം കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ KK രാമചന്ദ്രൻ MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാർക്ക് നിയമപരമായി കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അനുമതി കൊടുക്കുന്നതിന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ശുപാർശ അടിയന്തരമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു.